നമസ്കാരം. സോഡിയാക് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാത്തിലാണ്, ശേഷം 15 നാഴിക വൃശ്ചിക്കൂറിലുമാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമവ്യാഴാണ്. അഷ്ടമേ ഹരദോബാലി എന്നാണ്. സ്വയം ചെയ്യാത്ത ദൈവഗത്യ വരുന്ന തടസ്സങ്ങൾ ജീവിതത്തിൽ പ്രതികൂലമായി അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നന്നല്ല. അത് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, എന്തിനിറങ്ങിയാലും അതിനൊരു തടസ്സം വരിക എന്ന് പറയുന്നൊരു അവസ്ഥയ്ക്കും യോഗമുണ്ട്. അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ഈ മാസം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. കടുംബായുസൊക്കെ കഴിപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തടസ്സങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദര സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കാൽപാദത്തിന് വേദന പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. 10 രൂപ കൈ കിട്ടിയ 20 രൂപ ചിലവ് വരിക എന്ന് പറയുന്നൊരവസ്ഥയാണ്. 12ൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. എന്ത് കാര്യത്തിനും മുറിവും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന കേതു 12ാം ഭാവത്ത് നിൽക്കുന്ന കാരണം ചിലവ് ജാസ്തി വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മാനസികമായിട്ട് കുറച്ച് നിരാശ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാലും 5ാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ ഭാഗ്യസ്ഥാനത്താണ് ലാഭാധിപതി നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ ശുഭയോഗത്തോടു കൂടിയിട്ട് ബുധനോട് യോഗം ചെയ്തിട്ട്, അല്ലെ ഭാഗ്യാധിപതിയോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ 16ാം തീയതിക്ക് ശേഷം അവിടെ പാപയോഗം കൂടി വരും. ബാധകാധിപതിയായിരിക്കുന്ന സൂര്യൻ കർമ്മസ്ഥാനത്ത് ബാധാസ്ഥാനത്ത് വരുന്നത് കാരണം കൊണ്ട് അതിനുശേഷം തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുകയും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കുകയുള്ളൂ. എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ദൈവാധീനമുണ്ട്. കാരണം 6ൽ നിന്നിരുന്ന വ്യാഴം പൂർവ്വ പുണ്യസ്ഥാനാധിപതി 7ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്താണ്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധിക്ക് ഉയർച്ചയുണ്ടാകാനും യോഗമാണ്. എന്നാൽ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ 16ാം തീയതി വരെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ബുധശുക്ര യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള നല്ല ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ലാഭസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും 5ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും ചെയ്യുന്ന കാരണം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടുക, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ചെറിയ ദോഷങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുടുംബക്ഷേത്രത്തെ യഥാശക്തി വഴിപാട്, നാഗപൂജ ചെയ്യുക, ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.